അപ്പോൾ നല്ല മഴപ്പരുവാണ്. ഞാൻ വിചാരിച്ചു ഒന്ന് വയനാട് പിടിക്കുകയാണ്. ഞാൻ കാറിലാണ് പോകുന്നത്. ശരി, അപ്പോൾ നമ്മൾ ഷിബില്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഞാൻ ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 2:30 അവിടെ ഒരു രാവിലെ എത്താൻ കണക്കാക്കിയിട്ടാണ് ഇറങ്ങുന്നത്. പയ്യെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. നല്ല മഴയുണ്ട്. വയനാടിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ചെറിയ റിസോർട്ട് പോലൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഇപ്പോൾ തിരക്കിയ രാവിലെ അവിടെ എത്തുക, അതാണ് പ്ലാന്. ഇന്നലെ രാവിലെ ആക്ച്വലി ഇറങ്ങിയതാണ്, പക്ഷേ തിരിച്ച് കയറേണ്ടി വന്നു. ഇന്നിപ്പോൾ വൈകിട്ടായപ്പോൾ ഇറങ്ങാണ്. വൈകിട്ടല്ല, ഉച്ച കഴിഞ്ഞു. രാവിലെ അങ്ങ് എത്താൻ കണക്കാക്കി ഇറങ്ങാണ്. അപ്പോൾ ബാക്കി വന്നതിൽ കാണാം. അങ്ങനെ നല്ല മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം നല്ല മഴയായിരുന്നു. ഏകദേശം ചങ്ങനാശ്ശേരി എത്തുന്നതിന് കുറച്ച് മുന്നേ വരെയും തിരുവല്ലത്തിന് കുറച്ച് മുന്നേ വരെയും നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ചങ്ങനാശ്ശേരി ആയിട്ടുണ്ട്. അവിടെ നിന്ന് അടുത്ത കോട്ടയം പാസ് ചെയ്ത് അങ്കമാലി. നൈസ് വ്യൂ അല്ലേ? ചായ കുടിച്ചിട്ട് അടുത്ത മൂവാമെന്ന് വിചാരിച്ചു. ചായ കുടിക്കാൻ പോവാം. ചായ കുടിച്ച് കഴിഞ്ഞു. അടുത്ത വീണ്ടും മൂവാം ഇവിടെ നിന്ന്. അപ്പോൾ അടുത്ത സ്റ്റോപ്പിൽ കാണാം. 5 മണിക്കൂറിന് ശേഷം ഇപ്പോൾ ഓൾമോസ്റ്റ് അങ്കമാലി ആയിട്ടുള്ളൂ. ഇനി ഇവിടെ ഉണ്ട്, ഇവിടെ നിന്നൊരു 10-200 കിലോമീറ്റർ. ഇനി ഇവിടെ നിന്നൊരു 5-5.5 മണിക്കൂർ യാത്രയുണ്ട്. നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് അങ്കമാലി ആയി. ഇനി റഷാണ്. എറണാകുളത്ത് നിന്നും ആലുവയിൽ നിന്നുള്ള റഷ് നല്ലപോലെ ഉണ്ടാവും. മൂവ് ആവുകയാണ്. പാലേക്കര ടോളിൽ ഇനി ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി നിൽക്കും, ടോള് കഴിഞ്ഞിട്ട്. അപ്പോൾ അവിടെ നിർത്തുമ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ എടുക്കാം. നിർത്താൻ പറ്റിയില്ല. അപ്പോൾ പട്ടാമ്പി കഴിഞ്ഞ് കൊപ്പം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി നമ്മൾ. ഇവിടെ നിന്ന് ഒരു 2 hours ഡ്രൈവ് ഉണ്ട്. ഒരു 110 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. ഇനി മാപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തലവേനുണ്ട് കേട്ടോ. ഒരു ഗുളികയും കഴിച്ചു, ഫുഡും കഴിച്ചു. നേരത്തെ ഇവിടെ നിന്ന് പോവാണ്. അപ്പോൾ നെക്സ്റ്റ് അടുത്ത സ്റ്റോപ്പിൽ നിന്ന് മിക്കവാറും ഇനി നേരെ ഓൾഡ് വൈത്തിരി തന്നെ ആയിരിക്കും. ബാക്കി നെക്സ്റ്റ് വീഡിയോ കാണാം. അങ്ങനെ ഓൾഡ് വൈത്തിരി എത്തി. നമുക്ക് അവിടെ നിന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. കുറച്ച് റിസ്ക്കാണ്, കാരണം ആന ഇറങ്ങുമില്ലേ നമുക്ക് അറിയാൻ വയ്യ. എന്തായാലും ഞാൻ പയ്യൻ കയറുവാണ്, കാരണം ഇനി സമയം ഇപ്പോൾ 3 ആയിട്ടുള്ളൂ. വെയിറ്റ് ചെയ്യണമെങ്കിൽ ഇനിയും 6 മണി വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. 3 മണിക്കൂർ കൂടെ. എന്തായാലും പയ്യെ കയറിയൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പയ്യെ തിരിച്ചിറങ്ങാം, ഇല്ലെന്നുണ്ടെങ്കിൽ കയറാമെന്ന് വിചാരിക്കണം. അപ്പോൾ എനിക്കുന്നത് ഓൾഡ് വൈത്തിരിയാണ്. ഇപ്പോൾ പയ്യെ കയറാൻ കുറച്ച് ടാസ്ക്കാണ്, കാരണം വേറെ ഒന്നുമല്ല, റോഡ് പ്രശ്നമില്ല, പക്ഷേ ആന ഇറങ്ങുമോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമൊന്നും. നോക്കിയേ പോകാൻ പറ്റുള്ളൂ, മനസ്സിലായോ? ഞാൻ മുന്നോട്ട് പോകുമ്പോൾ കാണാം.
ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇനിയാണ് കൂടുതൽ നമ്മൾ പേടിക്കേണ്ട സ്ഥലം. കാരണം ഇനി കറക്റ്റ് ഒരു വലിയ മലയാണ് കയറാൻ പോകുന്നത്. ഹാഫ് കയറി, ഇനിയൊരു ഹാഫും കൂടെ ഉണ്ട്. ആ ഹാഫാണ് ടാസ്ക്. പേടി അതാണ്. എന്നാലും പയ്യെ ധൈര്യം കൈ വലിച്ചുകൊണ്ട് കയറാം. അത് ഓപ്ഷനില്ല. ആനയൊക്കെ ആണെങ്കിൽ വണ്ടി റിവേഴ്സ് എടുക്കുക, ഇല്ലെങ്കിൽ വണ്ടി കയറി പോവുക. അതേ ഉള്ളൂ ഓപ്ഷൻ. ചെക്കന്മാർ റോട്ടിൽ നിൽക്കാതിരുന്നാൽ മതിയായിരുന്നു. കണ്ടോ, നല്ല മഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഒന്നും ഇവിടെ മഴ പെയ്തിട്ടുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല മഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. റോഡ് ഒരു വിധത്തിലാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഈ ഫോഗ് ലാമ്പ് ഉള്ളത് കൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ കാണാൻ പറ്റും. പക്ഷേ എന്നാലും ഫ്രണ്ടിൽ ആന നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അശ്വന്മാർ നിൽക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. അതാ പ്രശ്നം. എന്നാലും പയ്യൻ കയറാം, അതേ ഉള്ളൂ ഓപ്ഷൻ. ഫിംഗർ ക്രോസ്ഡ്. പയ്യെ പോവാം. ഈ സൈഡിൽ കാണുന്നൊരു പോണ്ട് പോലത്തെ ഒരു പരിപാടിയാണ്. ഒരു ചെറിയ ഇവിടെ വെള്ളം കുടിക്കാനൊക്കെ ആവശ്യമായി വരാറുണ്ട്. പക്ഷേ ഭാഗ്യം ഉണ്ടെങ്കിൽ വരില്ല എന്ന് വിശ്വസിക്കാം. സ്മെല്ലും കൂടെ നോക്കിയേ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വലിയ പണിയാവും അത്. ഇതൊക്കെ ഓൾഡ് കോട്ടേജ് ഉണ്ട് കേട്ടോ. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്ലാസ് പൊങ്ങുന്നില്ല. സൈഡ് ഗ്ലാസ് ചെറിയൊരു പേടിയുണ്ട്. ചെറുതല്ല, അത്യാവശ്യം നല്ല പേടിയുണ്ട് കേട്ടോ. കാരണം വലിയ വണ്ടിയാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അമ്മ ഫ്രണ്ട് വന്ന് നിന്ന് കഴിഞ്ഞാൽ അമ്മമാർ തന്നെയാണ് രാജാവ്. പിടിച്ച് മറിച്ച് കഴിഞ്ഞാൽ മറിഞ്ഞത് തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു പേടി വെച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പിന്നെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വേണ്ടേ, എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ, അല്ലേ ഗൂയിസ്? സോ ലെറ്റ്സ് സീ പക്കടാവോ അതോ നമ്മളങ്ങ് മേളിൽ സേഫായിട്ട് എത്തുമോ നമുക്ക് കണ്ടറിയാം. ആൻഡ് ഈ വഴി അല്ലാണ്ട് വേറെ സേഫ് വഴിയുണ്ട് കയറി വരാൻ. പക്ഷേ അത് പ്രൈവറ്റായിട്ട് ഓൺ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് എപ്പോഴും കൂട്ടിയിട്ടിരിക്കും, ക്ലോസ്ഡ് ആയിരിക്കും അത്. ആ ഒരു വഴി വരികയാണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. ലൈക്ക് ഇപ്പോൾ ഈ കയറി വന്ന അരമണിക്കൂർ, ഇവിടെ നിന്ന് ഇപ്പോൾ ഈ റോഡ് കയറി വരാൻ അരമണിക്കൂർ കൂടുതലെടുക്കും. മറ്റേ റോഡ് ആ ഒരു വഴി കൂടെയാണ് വരുന്നതെങ്കിൽ അത് ഓൾമോസ്റ്റ് എല്ലാ വഴിയും കോൺക്രീറ്റഡും ആണ്, സേഫും ആണ്. ഇതാ ഈ ലെഫ്റ്റ്, ഇവിടെ നിന്ന് ലെഫ്റ്റ് പോകുന്ന വഴി, അവിടെ നിന്ന് താഴെ നിന്ന് കയറി തരാൻ ഏറ്റവും എളുപ്പം ഇതാണ്. ബട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇനി പോകാണ്ട്, ഇനി കോൺക്രീറ്റ് റോഡാണ്. ബട്ട് സ്റ്റിൽ അളിയന്മാർ വഴിയിൽ നിൽക്കുവാണെങ്കിൽ മൂഞ്ചും. സോ നോക്കാം. പയ്യെ ഞാൻ മുന്നോട്ട് പോവാണ്. പയ്യെ അങ്ങ് പോവാം. ഇനിയുണ്ട് കേട്ടോ ഒരു 50 മിനിറ്റ്സ് മേ ബി, 15-20 മിനിറ്റ്സ് മേ ബി. നോക്കാം. ഇനിയാണ് ആശന്മാർ ഉണ്ടാവുമെന്ന് പേടിക്കേണ്ട സ്ഥലം. സേഫാണെന്നാണ് വിശ്വാസം. വണ്ടിക്കൊരു ചെറിയ തട്ട് കിട്ടിയിട്ടുണ്ട്. അത് റെയിലാണോ തട്ടി കിട്ടിയെന്ന് അറിയില്ല. എന്തായാലും ഇറങ്ങി നോക്കാനുള്ള ധൈര്യം എനിക്കില്ല. റെയിലോട്ട് പോയിട്ട് നോക്കാം. എന്തായാലും വണ്ടി മൂവ് ആവുന്നുണ്ട്. നീങ്ങട്ടെ. ഡോറിനെ നോക്കി പുറത്തിറങ്ങാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. സേഫാണ്, ഇത് വിഷ്വലി ഓക്കെയാണ്. മേളിൽ ചെന്നിട്ട് നല്ലോണം നോക്കാം എന്തെങ്കിലും സീനുണ്ടോ എന്ന്. ഇവിടെ ഇതുവരെയും പ്രശ്നമൊന്നും ഇല്ല. റോഡിൽ ആശാന്മാരൊന്നും ഇല്ല. ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥനയോടെ വീണ്ടും മുന്നോട്ട് പോകുന്നു. ഇനി കുറച്ചും കൂടെ ഉള്ളൂ നമുക്ക് പോകാനായിട്ട്. കുറച്ചെന്ന് പറയാനായിട്ട് കുറച്ചും കൂടെ 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് മേ ബി. വെട്ടം കാണുന്നതാണ് നമ്മുടെ സ്പോട്ട്. നോക്കാം.
ഇവിടെ നമുക്ക് പോകാൻ അത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. പയ്യെ പോകുന്നത്, കാരണം ദൂരത്തുനിന്ന് അവന്മാരെ കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ അടിക്കാമല്ലോ, റിവേഴ്സെങ്കിലും അടിച്ചിടാം. അപ്പം ആ ഒരു ധൈര്യത്തിൽ പയ്യെ പോവാണ്. ഈ വഴിയും കയറി പോവാം, ബട്ട് വേണ്ട, കുറച്ച് റിസ്ക് എടുക്കാൻ വയ്യ. നല്ലൊരു സ്പോട്ടാണ്. ഞാൻ രാവിലെ കാണിച്ചതാണ് പ്രോപ്പറായിട്ടുള്ള വീഡിയോ. അടിപൊളി സ്പോട്ടാണ്, പീസായിട്ട് വന്നിരിക്കാൻ പറ്റിയത്. എൻ്റെ ഫ്രണ്ട്സിൻ്റെയാണ്. ഞങ്ങൾ ആക്ച്വലി പരിചയപ്പെട്ടത് 2 വർഷം മുന്നേ ഞാനൊരു ഓൺലി ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ശ്രീനഗറിൽ നിന്ന് പരിചയപ്പെട്ടതാണ്. ശ്രീനഗറിൽ നിന്ന് കിട്ടിയ പയ്യന്മാരാണിത്, രാഹുലും റസ്വാനും. അപ്പോൾ രാഹുൽ ഓൾറെഡി മേലുണ്ട്. രാഹുൽ ആക്ച്വലി പാലക്കാടുകാരനാണ്. പുള്ളിക്കാരൻ്റെ കല്യാണം നിശ്ചയിച്ച് പുള്ളിക്കാരൻ്റെ ഫിയാൻസിയും കൂടെ ഉണ്ട് ഇപ്പോൾ മേളിൽ. ഞാൻ കുറച്ച് ലേറ്റായി പോയതാണ്. ഞാൻ 4 മണിക്ക് ഇവിടെ എത്താമെന്ന് വിചാരിച്ചു ഈവനിങ്. പക്ഷേ ഉറക്കണിച്ചപ്പോൾ സ്ഥലം താമസിച്ചു പോയി. റസ്വാൻ നാട്ടിലാണ്, അവൻ ചിലപ്പോൾ നാളെ മോർണിംഗ് എത്തും. മേളിൽ അഫ്സൽ എന്നുള്ള പേരും കൂടെ ഉണ്ട്. ഇവിടുത്തെ ഈ റിസോർട്ട് നോക്കി നടത്തുന്ന, റിസോർട്ടെന്ന് പറയാൻ പറ്റില്ല, കോട്ടേജിൻ്റെ ഒക്കെ പണി നടക്കുന്നേ ഉള്ളൂ. ടെൻസിയാണ് കൂടുതലും ഒരു കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത് കൂടുതലും ടെൻസിനെയാണ്. അഫ്സലാണ് ഇതെല്ലാം നോക്കി നടത്തുന്നത്. അഫ്സൽ മേളിൽ, സോറി അനസ്, അഫ്സലല്ല അനസ് മേളിലുണ്ട്. അനസാണ് ഇപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞത് ധൈര്യം ഉണ്ടെങ്കിൽ കയറി പൊക്കോന്ന്. ഞാൻ നോക്കിയില്ല, കയറി. കാത്തൊന്നേ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലാസ്റ്റ് വന്നപ്പോൾ ഫെൻസിങ്ങിൻ്റെ വർക്ക് നടക്കുന്നേ ഉള്ളായിരുന്നു. അപ്പം ടിൻറ്റിൻ്റെ അടുത്തൊക്കെ ആന വന്നിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വഴിയും എനിക്ക് പേടിയുള്ളത്. കാരണം കഴിഞ്ഞ ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ മോർണിംഗ് ഒരു 6-6-നാണ് ഞാൻ മേളിലെത്തിയത്. രാവിലെ 6 മണിയൊക്കെ ആയപ്പോൾ മേളിലെത്തിയതാണ്. അപ്പോഴും എൻ്റെ നിന്ന് ഞാൻ നിൽക്കുന്നതിനൊരു 600 മീറ്റർ 700 മീറ്റർ അപ്പുറത്ത് ഞാൻ ആളെ കണ്ടതാണ് മേലെ എത്തിയതിന് ശേഷം. അതുകൊണ്ടാണ് ഈ വഴി നല്ല ഡേഞ്ചറാണെന്നുള്ള പറയുന്ന കാര്യം. ഇതാണ് നമ്മുടെ സ്പോട്ട്. കാടെന്നാണ് ഇതിൻ്റെ പേര്, കാട് ഡോട്ടിൽ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഡു കോൺടാക്ട് മീ. ഇവരുടെ കോൺടാക്ട് നമ്പറും ഇവരുടെ പാക്കേജസും എല്ലാം ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ബാക്കി ഈ സ്ഥലത്തിനെ പറ്റിയുള്ള ബാക്കി ഫുൾ കാര്യങ്ങൾ ഞാൻ രാവിലെ കാണിച്ചു തരാം. ഇപ്പോൾ നല്ല ലേറ്റായി, ഓൾമോസ്റ്റ് 4 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് പറ്റുന്ന വ്യൂവിൽ ഞാൻ നൈറ്റ് ഒന്ന് കാണിച്ചു തരാം.